എവ്രിവൺ. നമ്മുടെ ഓരോരുത്തരുടെയും എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഒരു കുട്ടി നന്നായിട്ട് എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്കും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ എന്താണ് ഇമ്പാക്ട് ഉണ്ടാവുക പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ്. അപ്പൊ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, ഒരു ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 1 മാർക്കിനും 2 മാർക്കിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. 4ാമത്തെ ചാപ്റ്റർ പ്ലാനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, അധികം ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ടേം ആണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലാനിങ് പ്രിമൈസസ് എന്നുള്ള 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അപ്പൊ ഇവിടെ തന്നെ എന്താണ്, മാനേജേഴ്സ് പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്, ദേ ആർ ഡിനോട്ടഡ് ബൈ. അതായത് മാനേജേഴ്സ് ചില അസംഷൻസിനോട് കൂടിയാണ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അസംഷനെ എന്ത് പേരിലാണ് പറയുന്നത്, അതാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുമ്പോൾ ഒരു മാനേജർ അവരുടെ ചില അസംഷൻസ് വെച്ചിട്ട് പ്ലാൻസ് ഉണ്ടാക്കാറുണ്ട്. ആ അസംഷൻസ് ആണ് പ്ലാനിങ് പ്രിമൈസസ്. ഇനിയിപ്പോ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ് അല്ലെ. ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക എന്ന് അസംഷൻസ് വെച്ചുകൊണ്ടാണ് പല ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജേഴ്സും പ്ലാൻസ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പം അൺസർണിറ്റി കൊണ്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളെ ഇത്തരത്തിലുള്ള അസംഷൻസ് കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും. അപ്പൊ ആ അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്ന് കുറെ അസംഷൻസ് വെക്കാറുണ്ട്. അപ്പൊ ആ അസംഷനെ നമുക്ക് എന്ത് പറയാം, പ്ലാനിങ് പ്രിമൈസസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാനിങ് പ്രിമൈസസ്. ഇനിയിപ്പോ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇടയിൽ 2ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടതാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.